അത്തരം കാര്യങ്ങളെല്ലാം ഇന്നലെ LDF കൺവീനർ പറഞ്ഞു കഴിഞ്ഞല്ലോ. എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ഞാൻ വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ LDF തീരുമാനം LDF കൺവീനറും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വന്നതാണ് ബ്രൂവറിയുമായി കൂട്ടി കിട്ടുന്നില്ല എങ്കിൽ ഇപ്പം ബ്രൂവറി ലൈവായി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. ആ പഞ്ചായത്ത് അനുമതി കൊടുക്കില്ല എന്ന നിലപാട് അല്ല, അത് വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. അതായത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ പരിഷ്കാരങ്ങൾ പലതും നേരത്തെ പ്രഖ്യാപിച്ചു. അതിൻ്റെ ഒരിക്കൽ ഞങ്ങളുടെ പത്രസമ്മേളനം നടത്തി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ ഇളവുകളും മറ്റുമൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞിരുന്നു ഇനിയും ഇത്തരത്തിൽ ചട്ടങ്ങളിൽ ഭേദഗതികൾ വരും, പരിഷ്കാരങ്ങൾ വരും. അതിൻ്റെ രണ്ടാം ഘട്ടം വന്ന ശുപാർശകൾ ഇപ്പോൾ ഈ നിക്ഷേപക സംഗമത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചതാണ്. ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങളൊരു പ്രത്യേക രീതിയിൽ മാത്രം കാണുന്നത് വളരെ നിർഭാഗ്യകരമാണെന്ന് അതിനെ പറ്റി പറയാം. ഇതിൽ അതിൽ നിശ്ചയിച്ചിട്ടുണ്ട് കാറ്റഗറി 1, കാറ്റഗറി 2 നിക്ഷേപങ്ങൾ. അതിൽ ഓരോന്നിലും സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാറ്റഗറി 1 നമ്മൾ അതെ, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതിയും ചട്ടങ്ങളും ഇതൊക്കെ പെർമിറ്റുകളൊക്കെ ആവശ്യമുള്ളതാണ്. അതെ 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 അതെനിക്ക് നോക്കിയാലേ പറയാൻ പറ്റും. നിങ്ങൾ ബ്രൂവറിയെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് നോക്കിയിട്ടില്ല. നമ്മുടെ മുമ്പിൽ അതല്ല വിഷയം. വലിയ പദ്ധതികൾ വരുമ്പോൾ പഞ്ചായത്തുകൾ പലതും എതിർക്കാൻ കാരണം പ്രാദേശികമായി ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പം വലിയ വലിയ പദ്ധതികൾ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യുക എന്നതല്ലേ. കാരണം ലോക്കൽ പരിസരതായിരിക്കും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അത് ആരും ഭരിച്ചോളൂ. പക്ഷെ അവരെ മറികടക്കാൻ ഉള്ള ഒരു ശുപാർശയായിട്ട് അല്ല, അങ്ങനെയല്ല. അതായത് ബാക്കി എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചിട്ടുണ്ടെങ്കിൽ സംരംഭത്തിന് തടസ്സമുണ്ടാക്കാൻ പാടില്ല എന്നത് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ഇപ്പം ഇവിടെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അതായത് വീടുകളിൽ ലൈസൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, സൂക്ഷ്മ സംരംഭങ്ങളുടെ കാര്യത്തിൽ എടുത്ത വന്ന ശുപാർശയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ മുൻ തലമുറയിൽപ്പെട്ട സംരംഭങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, പുതിയ തലമുറ സംരംഭങ്ങൾക്ക് കൂടി ലൈസൻസ് കൊടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങളൊരൊറ്റ കാര്യത്തിൽ ചിന്തിച്ച് കുതിരയുടെ കണ്ണ് കെട്ടിയതുപോലെയാണ്. പിന്നെ അനുമതി ലൈസൻസ് പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതും ഉദാരമാക്കുന്നതും സംബന്ധിച്ച് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചട്ടങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ആ പ്രക്രിയ നേരത്തെ ആരംഭിച്ചതാണ്. കുറേ ഉത്തരവുകൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം ശുപാർശകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഇനിയും ചില പരിഷ്കാരങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഇത് 2024 മുതൽ 2024 കാര്യം പറഞ്ഞു, 24 2016 ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ ആക്ട് വഴി തദ്ദേശ സ്ഥാപനങ്ങളുടെ ചട്ടങ്ങളിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. 2016 ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അപ്പോൾ അന്ന് മുതൽ തുടർന്ന് വരുന്നൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കണ്ണ് ഒറ്റ കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഞാൻ അതിനെപ്പറ്റി നോക്കിയിട്ടില്ല. അതാണല്ല ഇതിൻ്റെ ഉദ്ദേശവും. അതായത് നിയമവും ചട്ടവും എല്ലാം പാലിച്ച് കാറ്റഗറി 1 പെടുന്ന ഒരു സംരംഭം ഒരു പഞ്ചായത്തിൽ വരുന്നു, എല്ലാം പാലിച്ചിട്ടുണ്ട്. പക്ഷെ ആ പഞ്ചായത്ത് അതിൽ വിസമ്മതിക്കുന്നു. ആ വിസമ്മതിക്കുന്ന പഞ്ചായത്തിന്റെ ആ തീരുമാനത്തെ ഈ മാറ്റുന്ന ചട്ടപ്രകാരം മറികടക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ തന്നെ പറ്റും. അധികാരമില്ലാത്ത അധികാരം ആർക്കും തന്നെ പ്രയോഗിക്കാൻ പറ്റും. മുമ്പ് നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാത്ത ഒരു അപേക്ഷയായിരുന്നെങ്കിൽ റിജക്ട് ചെയ്യാമായിരുന്നു. ഇനി അത് റിജക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഈ മറ്റ് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് പഞ്ചായത്ത് അല്ലല്ലോ പരിശോധിക്കാറുള്ളത്. അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അധികാരമുണ്ടല്ലോ.
അവർക്കൊരു അധികാരം ഉണ്ടല്ലോ, ആ അധികാരം മാത്രമേ പ്രയോഗിക്കാവൂ. ഇപ്പം അതിന് പുറത്ത് പ്രയോഗിക്കാൻ പാടില്ല. അല്ല, എലപ്പുള്ളി ആയിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. അത് നിങ്ങളുടെ അതിനെനിക്ക് ഉത്തരം പറയേണ്ട ഉദ്ദേശമില്ല, ബാധ്യതയുമില്ല. നിങ്ങൾ കാര്യങ്ങളെ പ്രത്യേക രീതിയിൽ കാണുന്നതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും? ഇത് 2016 മുതൽ തുടർന്നു വരുന്നൊരു പ്രക്രിയ. 2024 മാത്രം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ 47 പരിഷ്കരണ നടപടികൾ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. 2024 മാത്രം. ആ പ്രക്രിയ തുടരുന്നു എന്നാണ് പറഞ്ഞത്. ആ പ്രക്രിയ തുടരുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ വല്ലാത്തൊരു നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരൊറ്റ അജണ്ടയുമായിട്ട് വന്നിരിക്കുകയാണ്, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് തന്നെ ഇങ്ങനെ ഉരുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ബ്രൂവറിയാണോ വിഷയം? അത് വേറെ നമുക്ക് പറയാം, അത് നേരിട്ട് ചോദിക്കൂ. അതെന്തിനാ ഇങ്ങനെ ഇതിൽ കൊളുത്തി ചോദിക്കുന്നത്? നേരിട്ടങ്ങ് ചോദിച്ചൂടെ? ലൈസൻസ് മാറ്റി കൊടുക്കാന്നുള്ളത് ആ ചട്ടങ്ങൾ അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ലൈസൻസ് മാറ്റി കൊടുക്കാന്നുള്ളത്. അപ്പൊ ഈ ബ്രൂവറി പോലുള്ള വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് ഉയർന്ന വിലയ്ക്ക് കമ്പനിക്ക് വിൽക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് വെച്ചല്ലല്ലോ, ഇതൊക്കെ സംരംഭത്വത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്ന നടപടികളാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് ശുപാർശ മാത്രമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ശുപാർശ, ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും സർക്കാർ അംഗീകരിച്ച് നടപ്പാക്കാൻ ഈ ശുപാർശകൾ സ്വാഗതാർഹമായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഇത് ഇത്തരത്തിലുള്ള പരിഷ്കരണ നടപടികൾ തുടരും. അവരുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ ഇടപെടാം. അല്ല, നിയമാനുസൃതമല്ലാത്ത ഇടപെടലുകൾ നടത്താൻ പറ്റില്ല. നിയമപ്രകാരമുള്ളതേ പറ്റൂ. പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ നടത്തണം. ആ രജിസ്ട്രേഷൻ പഞ്ചായത്തിന് അവിടെ എന്തെങ്കിലും നിയമപരമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു റദ്ദാക്കാൻ പറ്റുമോ? അല്ല, നിയമപരമല്ലാത്ത കാര്യങ്ങൾ പഞ്ചായത്തിന്റെ അധികാര പരിധിയിലുള്ളതല്ലേ അവർക്ക് പരിശോധിക്കാൻ പറ്റൂ. ബാക്കി നിയമം പരിശോധിക്കേണ്ടത് പഞ്ചായത്തല്ലല്ലോ. നിബന്ധനകൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിബന്ധനകൾ നിർദ്ദേശിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തും ആവശ്യമാണെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ ഈ ബ്രൂവറി മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അത് കാരണം ഞാൻ ഒരിക്കൽ പറഞ്ഞു, കേക്കൂ, ഒരിക്കൽ പറഞ്ഞു. അല്ല, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ആരൊക്കെയെന്ന് ചോദിച്ചാൽ പിന്നെ എങ്ങനെ ഞാൻ പറയാതിരിക്കും? നോക്കൂ,